നമ്മുടെ കയ്യിൽ ഗാംഗ്ലിയോൺ സിസ്റ്റ് റിമൂവ് ചെയ്തപ്പോൾ 2 സ്റ്റിച്ച് ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞാനത് ഡ്രസ് ചെയ്യാറുണ്ട്. ഇന്ന് നമുക്ക് ഒരുമിച്ച് മുറിവ് ഡ്രസ് ചെയ്യാന്ന് ഞാൻ ഓർത്തു. കാരണം വേറൊന്നുമല്ല, ദാ ഈ കാണുന്ന കമന്റ്സ് മുഴുവൻ ഞാൻ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാണ് കേട്ടോ. ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായി, മെയിൽ വന്നിട്ടുണ്ടായി, DM ചെയ്തിട്ടുണ്ടായ ആൾക്കാർ. ഗാംഗ്ലിയൻ സിസ്റ്റ് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നായിരുന്നു. ടോട്ടൽ ബില്ല് എനിക്ക് 28,000 ആണ് ആയത്. ആ ഒരു എമൗണ്ട് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടിയായിരുന്നു. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അഷ്വറൻസ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഞാനിതൊരു പ്രൊമോഷനായിട്ടേ ചെയ്യുന്നതല്ല. ഒരുപാട് കമൻറ്റ്സ് വന്നതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. 10 lakhs പോളിസിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വർഷത്തിൽ 10,000 വെച്ചാണ് ഞാനിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാനും അമ്മയും ചേച്ചിയും കൂടിയിട്ട് 3 ലക്ഷത്തിൻ്റെ പോളിസി ആയിരുന്നു എടുത്തത്. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 14,000 രൂപയാണ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാനിവിടെ പറയാൻ കാരണം, ഒരു 8 വർഷം മുന്നേ എനിക്ക് ആക്സിഡൻ്റ് ആയ സമയത്തും സ്റ്റാർ ഹെൽത്ത് തന്നെയായിരുന്നു. അന്നും എനിക്ക് 2,60,60,000 രൂപ ക്ലെയിം എമൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാർ ഹെൽത്ത് എൻ്റെ ലൈഫിൽ എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ ആൻറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സർവീസൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. അപ്പോൾ ആൻറ്റി ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ആണ്. ഞാൻ എടുത്തിട്ടുള്ള 10 lakhs പോളിസിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആയുർവേദവും അലോപ്പതി, മോഡേണും റോബോട്ടിക് ടൈപ്പ് സർജറിയും ഡെലിവറി എക്സ്പെൻസസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല സുഖിച്ച AC റൂമിലൊക്കെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അത് 10 lakhs പോളിസിയുടെ ഒരു ഇഫക്റ്റ് ആണ്. പോളിസി ഏതെടുക്കും, ആരോട് ചോദിക്കുമെന്ന് മൊത്തത്തിലൊരു ധാരണ ഇല്ലാത്തവർക്ക് എൻ്റെ ആൻറ്റിയുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. വർഷങ്ങളായിട്ട് ഈ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആൻറ്റിയാണ് കേട്ടോ.